തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച സമഗ്രമായ ഒരു വിശകലന സ്വഭാവത്തോടെയുള്ള റിപ്പോർട്ടുകൾ നൽകിയിരിക്കുന്നു. ഇതിൽ ശ്രദ്ധേയമായ ഒന്ന് ഹരിയാനയിലെ BJPയുടെ ഏകപക്ഷീയമായ തെരഞ്ഞെടുപ്പ് വിജയം സംബന്ധിച്ചൊരു വിശകലന റിപ്പോർട്ട് മനോരമ നൽകിയിട്ടുണ്ട്. ഹരിയാന വോട്ട് ചെയ്തു ഡൽഹിക്ക് എന്ന ശീർഷകത്തിലാണ് ഈ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ഇതിൽ ശ്രദ്ധേയമായ ഒന്ന് 5 ഘടകങ്ങൾ BJPയുടെ കോൺഗ്രസിൻ്റെ പരാജയത്തിലേക്കും BJPയുടെ വിജയത്തിലേക്കും നയിച്ച 5 ഘടകങ്ങൾ അതിൻ്റെ അക്കമിട്ട് തന്നെ പ്രത്യേകമായി നൽകിയിട്ടുണ്ട് മനോരമ. അതിലൊന്ന് ഭരണവിരുദ്ധ വികാരം, 2 അഴിമതി, 3 മോദി തരംഗം, 4 വാഗ്ദാനങ്ങൾ, 5 ബദൽ എന്നിങ്ങനെ വേർതിരിച്ച് വിശകലനം ചെയ്തിരിക്കുന്നു മനോരമ. പക്ഷേ ഈ റിപ്പോർട്ടിൻ്റെ ഒരു വായനക്കാരുടെ മനസ്സിൽ പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടുന്ന ഒരു സംഗതി, 2 സ്ഥലത്തും മഹാരാഷ്ട്രയിലും ഹരിയാനയിലും കോൺഗ്രസ് കനത്ത പരാജയം നേരിട്ടെങ്കിലും മനോരമ അതിൻ്റെ പരമ്പരാഗത കോൺഗ്രസ് ആഭിമുഖ്യം ഈ റിപ്പോർട്ടുകളിലെല്ലാം ഈ ഒരു കോൺഗ്രസ് ആഭിമുഖ്യം പ്രകടമാണ് എന്നുള്ളതാണ്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ റിപ്പോർട്ട് തുടങ്ങുന്നത് തന്നെ ജനങ്ങൾ, രണ്ടിടത്തെയും ജനങ്ങൾ, പ്രത്യേകിച്ച് ഹരിയാനയിലെ വോട്ടർമാർ കോൺഗ്രസ് അവിടെ എന്ത് ചെയ്തു എന്നുള്ള കാര്യം അല്ല ശ്രദ്ധിച്ചത്, എന്ത് ചെയ്യാതിരുന്നു, മാത്രമല്ല BJP ഇനി എന്തെല്ലാം ചെയ്യും എന്ന തരത്തിലുള്ള വാഗ്ദാനങ്ങൾ നൽകി അതിൽ വിശ്വാസം അർപ്പിക്കുകയായിരുന്നു ജനങ്ങൾ എന്ന്. BJPയുടെ വാഗ്ദാനങ്ങൾ എന്തൊക്കെയായിരുന്നു? വാഗ്ദാനങ്ങൾ ഇത് ഖജനാവ് കാലിയാക്കുന്ന വാഗ്ദാനങ്ങൾ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് അത് അക്കമിട്ട് നിരത്തിയിട്ടുണ്ട് മനോരമ. പ്രതിമാസം 2000 രൂപ വാർദ്ധക്യ പെൻഷൻ, 12ാം ക്ലാസ് ജയിച്ച തൊഴിൽ രഹിതർക്ക് പ്രതിമാസം 6000 രൂപ തൊഴിലില്ലായ്മ വേതനം, ബിരുദം നേടിയ തൊഴിൽ രഹിതർക്ക് 9000 രൂപ തൊഴിലില്ലായ്മ വേതനം എന്നിങ്ങനെ ഇതൊക്കെ ഹരിയാനയിൽ BJP നൽകിയിട്ടുള്ള തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ ആണ്. മറ്റൊന്ന് NCP കേരള ഘടകം പരിങ്ങലിൽ എന്നതാണ്. മഹാരാഷ്ട്രയിൽ BJPക്ക് നിരുപാധിക പിന്തുണ നൽകാം എന്ന് NCP നേതാവ് പ്രഫുൽ പട്ടേൽ അവിടെ പ്രഖ്യാപിച്ചിരുന്നു. ശിവസേന അല്പം ഒന്ന് പിൻവാങ്ങിയ സാഹചര്യത്തിലായിരുന്നു NCP ഇത്തരത്തിൽ ഒരു പ്രഖ്യാപനം നടത്തിയത്. അവിടെ പുറത്തുനിന്ന് BJP സർക്കാരിനെ പിന്തുണയ്ക്കാം എന്നായിരുന്നു NCPയുടെ വാഗ്ദാനം. പക്ഷേ ഇത് കേരളത്തിൽ LDFന് ഒപ്പം ആയ NCPയുടെ നില ഇവിടെ അല്പം പരിങ്ങലിലാക്കും. ഇത്തരം ഒരു തീരുമാനമുണ്ടായാൽ ദേശീയ നേതൃത്വം ഇത്തരത്തിൽ BJPയെ പിന്തുണയ്ക്കാനുള്ളൊരു തീരുമാനം എടുത്താൽ ഇടതുപക്ഷത്ത് NCPയുടെ കേരള ഘടകത്തിൻ്റെ നില പരിങ്ങലിലാകും. ഇത് സംബന്ധിച്ച വളരെ രൂക്ഷമായ അഭിപ്രായ പ്രകടനം തന്നെ NCPയുടെ MLA AK ശശീന്ദ്രൻ പ്രകടിപ്പിച്ചു. ഇത് പാർട്ടിയുടെ മതേതര നിലപാടിന് വിരുദ്ധമാണ്, ഇതിന് ഒരു കാരണവശാലും സംസ്ഥാന ഘടകം ഇതിനെ അനുകൂലിക്കില്ല എന്നും അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. ഇനി മാതൃഭൂമിയുടെ ചില റിപ്പോർട്ട് നോക്കിയാൽ BJP മുന്നേറ്റം എന്നാണ് മാതൃഭൂമിയുടെ പ്രധാന ശീർഷകം. വലിയ ഖണ്ഡികകൾ ആയി വാർത്ത നൽകുന്നതിന് പകരം 2 സംസ്ഥാനങ്ങളിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച ഏറ്റവും ശ്രദ്ധേയമായ വിവരങ്ങൾ എല്ലാം ചെറിയ പോയിന്റുകൾ ആക്കി നൽകി മാതൃഭൂമി ഇന്ന് ഒരു മികവ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മുഖ്യമന്ത്രി പദത്തിലേക്കുള്ള സാധ്യത, മഹാരാഷ്ട്രയിൽ ഫട്നവിസ്, ഹരിയാനയിൽ ക്യാപ്റ്റൻ അഭിമന്യു എന്ന് ഇരുവരുടെയും ചിത്രം സഹിതം മാതൃഭൂമി നൽകിയിരിക്കുന്നു. മഹാരാഷ്ട്രയിൽ ഫട്നവിസ് നിയമസഭയിൽ എത്തുന്നത്, MLA ആയി എത്തുന്നത് ഇത് 3ാം തവണയാണ്. ഈ 2 മുഖ്യമന്ത്രി പദത്തിലേക്ക് സാധ്യതയുള്ള 2 സംസ്ഥാനങ്ങളിലേക്ക് സാധ്യതയുള്ള 2 പേരും താരതമ്യേന ചെറുപ്പക്കാരാണ് എന്ന ഘടകവും മാതൃഭൂമി ഉയർത്തി കാണിച്ചിരിക്കുന്നു. മാതൃഭൂമിയുടെ ഉൾപേജിൽ കാണുന്ന ഒരു പ്രധാന രാഷ്ട്രീയ വിശകലന വാർത്ത CPMനെ സംബന്ധിച്ചാണ്. ആദ്യ പരീക്ഷണം അടുത്ത പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ എന്ന ശീർഷകത്തിൽ. ഇത് CPM കേന്ദ്ര നേതൃത്വം ഇനി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ സ്വീകരിക്കേണ്ട അല്ലെങ്കിൽ സഖ്യ സാധ്യതകളിലൊക്കെ സ്വീകരിക്കേണ്ട തന്ത്രങ്ങൾ സംബന്ധിച്ചുള്ള CPMൻ്റെ അടവ് നയരേഖയുടെ ആദ്യത്തെ പരീക്ഷണശാല കേരളത്തിൽ ഇനി നടക്കാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ആയിരിക്കും. പ്രധാനമായും ഇപ്പോൾ ഇത് സംബന്ധിച്ചൊരു തർക്കം ഉള്ളത് പശ്ചിമ ബംഗാളിൽ കോൺഗ്രസുമായി ഒരു സഖ്യത്തിൽ ഒക്കെ ആകുന്ന CPMൻ്റെ തന്ത്രം സംബന്ധിച്ച് ഒരു അഭിപ്രായ വ്യത്യാസം ഉള്ളതുകൊണ്ട് അടവ് നയം സംബന്ധിച്ച് ഒരു അന്തിമ തീരുമാനത്തിൽ എത്തിയിട്ടില്ല. എന്തായാലും ഇതിൻ്റെ ആദ്യത്തെ പരീക്ഷണം നടക്കുന്നത് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ആയിരിക്കും. ഇതിൻ്റെ ചരിത്രം, ഇങ്ങനെ അടവ് നയം സംബന്ധിച്ച് കേരളത്തിൽ CPM നടത്തിയിട്ടുള്ള പരീക്ഷണങ്ങളുടെ ഒരു ചരിത്രം കൂടി ഈ റിപ്പോർട്ടിൽ മാതൃഭൂമി അവതരിപ്പിച്ചിരിക്കുന്നു. ഇത്തരമൊരു അടവ് നയ പരീക്ഷണ ഘട്ടത്തിലാണ് CPMൻ്റെ അന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായിരുന്ന MV രാഘവൻ ഉൾപ്പെടെ പല പ്രമുഖ നേതാക്കളും, PV കുഞ്ഞിക്കണ്ണൻ, പുത്തലത്ത് നാരായണൻ തുടങ്ങിയ പ്രമുഖ നേതാക്കളൊക്കെ പാർട്ടിക്ക് പുറത്തായത്. മുസ്ലിം ലീഗുമായി ഭരണത്തിൽ നിന്ന് കോൺഗ്രസിനെ അകറ്റി നിർത്താൻ മുസ്ലിം ലീഗുമായി ഒരു ധാരണ അല്ലെങ്കിൽ സഖ്യം ഉണ്ടാക്കണം എന്നൊരു അഭിപ്രായം അന്നത്തെ അടവ് നയത്തിൻ്റെ ഭാഗമായി പ്രകടിപ്പിച്ചതിനെ തുടർന്നാണ് MV രാഘവനായിരുന്നു അന്ന് ആദ്യം ഇത്തരം ഒരു അടവ് നയം പരീക്ഷണത്തിന് മുതിർന്നത്.
ഇതേ തുടർന്നാണ് പല പ്രമുഖ നേതാക്കളും പാർട്ടിക്ക് പുറത്തായത്. തുടർന്ന് വിവിധ ഘട്ടങ്ങളിൽ CPM പുലർത്തിയ അടവ് നയത്തിൻ്റെ വ്യക്തമായ ഒരു ചിത്രം. അതിനുശേഷം ആണ് കരുണാകരൻ്റെ കാലത്ത് DICയുമായി സഖ്യത്തിൽ ഏർപ്പെടുകയും അതിൻ്റെ പ്രയോജനം തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പുകളിൽ CPM നേടുകയും ചെയ്തു. ഈ ഒരു പശ്ചാത്തലത്തിൽ ഇനി നടക്കാൻ ഇരിക്കുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിലെ സ്ഥിതി എന്തായിരിക്കും എന്ന് വിശകലനം ചെയ്യുകയാണ് മാതൃഭൂമിയുടെ റിപ്പോർട്ട്. ഇനി ഇന്നത്തെ ചില സാമ്പത്തിക വാർത്തകൾ നോക്കാം. കേരള കൗമുദിയുടെ വാണിജ്യ പേജിൽ ഗ്രാൻഡ് കേരള ഷോപ്പിംഗ് ഫെസ്റ്റിവൽ 8ാം സീസണിൻ്റെ ഒരുക്കം തുടങ്ങി എന്ന വാർത്ത പ്രാധാന്യത്തോടെ നൽകിയിരിക്കുന്നു. ഇത്തവണ ഒരു പ്രത്യേകത ഉള്ളത് ഗ്രാൻഡ് കേരള ഷോപ്പിംഗ് ഫെസ്റ്റിവൽ പ്രാധാന്യം നൽകുന്ന ഒരു കാര്യം ഓൺലൈൻ കച്ചവടത്തെ നേരിടാൻ ഇത്തരം ഉത്സവങ്ങൾ ആവശ്യമാണ്. ഓൺലൈൻ കച്ചവടത്തെ നേരിടുന്നതിന് ഉള്ള പ്രത്യേകമായ തന്ത്രങ്ങൾ ആവിഷ്കരിച്ചുകൊണ്ടായിരിക്കും ഇത്തവണത്തെ ഗ്രാൻഡ് കേരള ഷോപ്പിംഗ് ഫെസ്റ്റിവൽ. ഫ്ലിപ്കാർട്ട് പോലെയുള്ള ഓൺലൈൻ വിപണന ഏജൻസികൾ, വിപണന സ്ഥാപനങ്ങൾ ഏറ്റവും ശക്തമായി കേരളം ഉൾപ്പെടെയുള്ള വിപണിയിൽ ശക്തമായ സാന്നിധ്യം ഉറപ്പിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ വിപണി കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നത്, ചില്ലറ വിൽപ്പനക്കാരുടെ കയ്യിൽ നിന്ന് ഉപഭോക്തൃ വിപണി നഷ്ടപ്പെട്ടു പോകുന്നത് തടയാൻ പ്രത്യേകമായ ചില തന്ത്രങ്ങൾ ആവിഷ്കരിക്കേണ്ടി വരും. അതിന് തന്നെയാണ് ഇത്തവണ പ്രാധാന്യം നൽകുക എന്ന് ഷോപ്പിംഗ് ഫെസ്റ്റിവലിൻ്റെ ഡയറക്ടർ KM മുഹമ്മദ് അനിൽ പറഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ചിത്രവും ഇതിനൊപ്പം തന്നെ നൽകിയിട്ടുണ്ട്. 10,000 കടകൾ ഷോപ്പിംഗ് ഫെസ്റ്റിവലിൽ രജിസ്റ്റർ ചെയ്യുക എന്നതാണ് ലക്ഷ്യം. കേരള ഷോപ്പിംഗ് സ്ട്രീറ്റുകൾ ഇത്തവണ പ്രത്യേകമായി അവതരിപ്പിക്കും. ക്രിയാത്മക ചർച്ചകൾക്ക് വേദിയൊരുക്കും എന്നും ഫെസ്റ്റിവൽ ഡയറക്ടർ പറഞ്ഞിരിക്കുന്നു. ഇനി ബിസിനസ് മനോരമ നോക്കിയാൽ പലിശ കുറയാനെന്ത് താമസം എന്ന ശീർഷകത്തിൽ ശ്രദ്ധേയമായ ഒരു റിപ്പോർട്ട് കൊച്ചിയിൽ നിന്ന് വാസുദേവ ഭട്ടതിരി നൽകുന്നു. സാമ്പത്തിക കാലാവസ്ഥയുടെ മാറ്റങ്ങളുടെ ലക്ഷണങ്ങൾ വായ്പാ പലിശ നിരക്കുകൾ കുറയ്ക്കാൻ അനുകൂല സാഹചര്യമൊരുക്കുന്നു. കാലാവധി നിക്ഷേപങ്ങളുടെ പലിശ കുറച്ചുകൊണ്ടുള്ള ഏതാനും വാണിജ്യ ബാങ്കുകളുടെ അറിയിപ്പുകളും വായ്പാ നിരക്കുകളുടെ പടിയിറക്ക സാധ്യതയാണ് സൂചിപ്പിക്കുന്നത് എന്ന് മനോരമ പറയുന്നു. തുടർന്ന് അക്കമിട്ട് തന്നെ സാമ്പത്തിക രംഗത്ത് ഈയിടെ ഉണ്ടായ അനുകൂലമായ മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്ന് മനോരമ വിശദമായി അവതരിപ്പിച്ചിരിക്കുന്നു. മൊത്ത വില സൂചികയെ അടിസ്ഥാനമാക്കിയുള്ള നാണ്യപ്പെരുപ്പ നിരക്ക് 2.38% എന്ന നിലയിലേക്ക് താഴ്ന്നിരിക്കുന്നു. ഇത് കഴിഞ്ഞ 5 വർഷത്തിനിടയിലെ ഏറ്റവും താഴ്ന്ന നിരക്കാണ്. അതുപോലെ തന്നെ ഉപഭോക്തൃ വില സൂചിക അടിസ്ഥാനമാക്കിയുള്ള നാണ്യപ്പെരുപ്പ നിരക്ക് 6.46%ത്തിലേക്കും താഴ്ന്നിരിക്കുന്നു. ഇത് കഴിഞ്ഞ 2 വർഷത്തിനിടയിലെ താഴ്ന്ന നിരക്കാണ്. ഇതെല്ലാം വായ്പാ നിരക്കുകളിൽ, പലിശ നിരക്കുകളിലൊക്കെ എന്തൊക്കെ അനുകൂല കാലാവസ്ഥയ്ക്ക് വഴിയൊരുക്കും എന്ന് വിശദമായി ചർച്ച ചെയ്യുന്നു. ഇതിനെല്ലാം പുറമെ ഏറ്റവും അനുകൂലമായ ഘടകം എന്നോണം ഇപ്പോൾ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വിലയിൽ അടുത്ത ദിവസങ്ങളിൽ വലിയ തോതിലുള്ളൊരു കുറവ് വന്നിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് വായ്പാ പലിശ നിരക്കുകളിൽ ഉണ്ടാവുക എന്ന് ചർച്ച ചെയ്യുന്നു ആ റിപ്പോർട്ട്. മാതൃഭൂമിയുടെ ധനകാര്യം പേജിലാകട്ടെ കശുവണ്ടി വ്യവസായം പ്രതിസന്ധിയിലേക്ക് എന്നത് മുഖ്യ സാമ്പത്തിക വാർത്തയ്ക്ക് വിഷയം. ഇത് TK ശ്രീജിത്തിൻ്റെ റിപ്പോർട്ട്. ഇത് ആഗോള തലത്തിൽ വിയറ്റ്നാമിൽ നിന്ന് ഉള്ള കശുവണ്ടി കേരളത്തിൽ നിന്നുള്ള കശുവണ്ടി കയറ്റുമതിക്ക് വലിയ ഭീഷണി ആയിരിക്കുന്നു. രാജ്യാന്തര തലത്തിൽ കേരളത്തെ അപേക്ഷിച്ച് വലിയ വിലക്കുറവിൽ ആണ് വിയറ്റ്നാം കശുവണ്ടി എത്തിയിരിക്കുന്നത്. ഇത് കേരളത്തിൽ കയറ്റുമതി മേഖലയിൽ, കശുവണ്ടി കയറ്റുമതി മേഖല കഴിഞ്ഞ വർഷം 5000 കോടി രൂപയുടെ കശുവണ്ടിയാണ് കേരളത്തിൽ നിന്ന് കയറ്റുമതി ചെയ്തത്. പക്ഷേ വിയറ്റ്നാമിൽ നിന്നുള്ള മറ്റ് ആഫ്രിക്കൻ രാജ്യങ്ങളിലും നിന്നും ഒക്കെയുള്ള കടുത്ത ഭീഷണി കാരണം ഈ കയറ്റുമതിയിലും അതുപോലെ തന്നെ വിലയിലും ഒക്കെ വലിയ ഇടിവ് സംഭവിച്ചിരിക്കുന്നു എന്ന് മാതൃഭൂമിയുടെ ഈ സാമ്പത്തിക റിപ്പോർട്ട് പറയുന്നു. ഇനി ഇന്നത്തെ ചില ശ്രദ്ധേയമായ മുഖപ്രസംഗങ്ങളിലേക്ക്. മലയാള മനോരമയുടെ ഇന്നത്തെ മുഖപ്രസംഗം വീണ്ടും വിജയം മോദിക്കൊപ്പം എന്ന ശീർഷകത്തിലാണ്. മാതൃഭൂമിയിലും മറ്റ് പ്രധാന ദിനപത്രങ്ങളിലൊക്കെയും തീർച്ചയായും മഹാരാഷ്ട്രയിലും ഹരിയാനയിലും BJP നേടിയ ഗംഭീര വിജയത്തെ തുടർന്ന് ഈ പശ്ചാത്തലത്തിൽ BJPയുടെ നേട്ടവും കോൺഗ്രസിന് സംഭവിച്ച ശക്തമായ പരാജയവും വിലയിരുത്തിക്കൊണ്ടാണ് ഇന്ന് എല്ലാ ദിനപത്രങ്ങളുടെയും മുഖപ്രസംഗം. മനോരമ പറയുന്നു, മഹാരാഷ്ട്രയിലെയും ഹരിയാനയിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ ഏറെക്കുറെ പ്രതീക്ഷിച്ച വിധം തന്നെയാണ് എന്ന് പറയാം. രണ്ടിടത്തും BJPക്കൊപ്പമായിരുന്നു അഭിപ്രായ വോട്ടെടുപ്പുകളും എക്സിറ്റ് പോൾ പ്രവചനങ്ങളും. മഹാരാഷ്ട്രയിൽ പക്ഷേ BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടാൻ കഴിഞ്ഞില്ല. ഹരിയാനയിൽ ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള വ്യക്തമായ ഭൂരിപക്ഷം നേടുകയും ചെയ്തു. ഈ ഒരു സാഹചര്യത്തിൽ BJPയുടെ വർദ്ധിച്ചു വരുന്ന ജനകീയ അടിത്തറ അവർക്ക് വലിയ ഉത്തരവാദിത്വം ഏൽപ്പിച്ച് കൊടുക്കുന്നു. അതേസമയം കോൺഗ്രസ് ആവർത്തിച്ച് ഉണ്ടാകുന്ന പരാജയങ്ങളിൽ നിന്ന് ഇനിയും പാഠം പഠിക്കേണ്ടിയിരിക്കുന്നുവെന്നും മനോരമയുടെ മുഖപ്രസംഗം പറയുന്നു. BJP വിജയം ആവർത്തിക്കുമ്പോൾ എന്നാണ് മാതൃഭൂമിയുടെ മുഖപ്രസംഗത്തിൻ്റെ ശീർഷകം.
ദീർഘനാളായി തുടരുന്ന മുന്നണി ഭരണത്തിൽ നിന്ന് ഏകകക്ഷി ഭരണത്തിലേക്കുള്ള ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ സഞ്ചാരത്തിൻ്റെ ലക്ഷണങ്ങളാണ് മഹാരാഷ്ട്ര, ഹരിയാന സംസ്ഥാനങ്ങളിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലത്തിൽ നിന്ന് തെളിയുന്നത് എന്ന്. ഏകകക്ഷി ഭരണത്തിലേക്കുള്ള ആശ്വാസകരമായ ഒരു സഞ്ചാരത്തിൻ്റെ വിശദമായ ചിത്രം മാതൃഭൂമി നൽകിയിട്ടുണ്ട്. ഈ മുഖപ്രസംഗത്തിൻ്റെ പ്രാധാന്യവും അതുതന്നെയാണ്. ഈ ഏകകക്ഷി വാദത്തെയും നേതൃസങ്കല്പത്തെയും നേരിടാനുള്ള രാഷ്ട്രീയ തന്ത്രവും നേതൃത്വവും ഇല്ലാത്തതാണ് മറ്റ് കക്ഷികളെ വീണ്ടും പരാജയപ്പെടുത്തിയത്. പുനരാലോചന വേണ്ടത് അവർക്കാണ് എന്ന് മാതൃഭൂമി പറയും. ഇനി ചില ശ്രദ്ധേയമായ കായിക വാർത്തകൾ. കേരള കൗമുദിയുടെ കളിക്കളം പേജിൽ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഇന്നലെ നടന്ന 2 മത്സരങ്ങളുടെ വിജയ റിപ്പോർട്ട് ഒരുമിച്ച് നൽകിക്കൊണ്ട് സമനിലയുള്ളവർക്ക് സമാധാനം എന്ന കൗതുകമുള്ള ശീർഷകത്തിലാണ് ഈ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ ഇന്നലെ നടന്ന 2 മത്സരങ്ങളും സമനിലയിൽ പിരിഞ്ഞു. ആദ്യ മത്സരത്തിൽ അത്ലറ്റിക്കോ ഡി കൊൽക്കത്തയും ഡൽഹി ഡൈനാമോസും സമനിലയിൽ പിരിഞ്ഞത് ഓരോ ഗോൾ വീതം അടിച്ചാണ്. രണ്ടാം മത്സരത്തിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC-യും ഗോവ FC-യും ഇതേ മാർജിനിലാണ് കളി അവസാനിപ്പിച്ചത്. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഇന്ന് കളിയില്ല. നാളെ കേരള ബ്ലാസ്റ്റേഴ്സ് ചെന്നൈയിൻ FC-യെ നേരിടും. ഒരു ശ്രദ്ധേയമായ വാർത്ത കൂടി കൗമുദി കളിക്കളം പേജിൽ നൽകിയിരിക്കുന്നത് വിൻഡീസ് ടീമിനെ സംബന്ധിച്ചാണ്. BCCI 40 കോടി രൂപ നഷ്ടപരിഹാരമായി വിൻഡീസിൽ നിന്ന് ഈടാക്കാൻ ആണ് ആലോചിക്കുന്നത്. ഈ പര്യടനം പാതി വഴിയിൽ നിർത്തിയതിനുള്ള ശിക്ഷ എന്ന നിലയിലാണ് BCCI വിൻഡീസ് ടീമിന് മേൽ ഇത്രയും കനത്ത ഒരു പിഴ ഈടാക്കാൻ ആലോചിക്കുന്നത്. മാത്രമല്ല, രാജ്യാന്തര ക്രിക്കറ്റിൽ നിന്ന് ഒരു നിശ്ചിത കാലത്തേക്ക് വിൻഡീസ് ടീമിനെ വിലക്കാൻ രാജ്യാന്തര ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിൽ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്യും ഇന്ത്യ. ഇതൊക്കെ ഈ ടീമിനെ എങ്ങനെയെല്ലാം ബാധിക്കും? 1970കളിലും 80കളിലും ഒക്കെ ലോക ഫുട്ബോളിൽ വലിയ ഒരു ശക്തിയായി നിന്നിരുന്ന വിൻഡീസ് ടീം ഇപ്പോൾ പഴയ പ്രതാപത്തിൻ്റെ നിഴലിൽ മാത്രം ആണ് കഴിയുന്നത്. ആ നിലയ്ക്ക് ഇത്രയും ഭീമമായ ഒരു നഷ്ടപരിഹാര തുക അവർക്ക് കൈമാറാൻ കഴിയുമോ? അങ്ങനെ അല്ലെങ്കിൽ പോലും രാജ്യാന്തര ക്രിക്കറ്റിൽ നിന്ന് നിശ്ചിത കാലത്തേക്ക് എങ്കിലും വിലക്കപ്പെട്ടാൽ അത് വിൻഡീസ് ടീമിൻ്റെ ശവക്കുഴി തോണ്ടലാകും എന്നും ഈ റിപ്പോർട്ട് പറയും. മനോരമയിലാകട്ടെ ഈ ഇന്നലെ നടന്ന 2 സൂപ്പർ ലീഗ് ഫുട്ബോൾ മത്സരങ്ങളുടെ റിപ്പോർട്ട് വേർതിരിച്ച് തന്നെ നൽകിയിരിക്കുന്നു. കൊൽക്കത്തയെ പൂട്ടി ഡൽഹി എന്ന ശീർഷകത്തിലും നോർത്ത് ഈസ്റ്റിന് ഗോവൻ കുരുക്ക് എന്ന ശീർഷകത്തിലും. മറ്റൊന്ന് ഉഷ സ്കൂൾ ഇനി ഗുജറാത്തിലും എന്നതാണ്. PT ഉഷയുടെ ഉഷ അത്ലറ്റിക് സ്കൂൾ ഗുജറാത്തിൽ. ഇത് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരിക്കെ ആണ് ഇത്തരം ഒരു ചർച്ച തുടങ്ങിയത്. എന്തായാലും ഗുജറാത്ത് സ്പോർട്സ് അതോറിറ്റി ഉഷ സ്കൂളുമായി ഈ നവംബർ 1 ഒരു ധാരണാപത്രത്തിൽ ഒപ്പിടും. ഇതനുസരിച്ച് PT ഉഷ സ്കൂൾ ഗുജറാത്തിൽ സെലക്ഷൻ ട്രയലുകൾ നടത്തും. അവിടെ PT ഉഷ സ്കൂളിൻ്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന ഹോസ്റ്റലിൽ ഈ സെലക്ഷൻ ട്രയൽസിൽ മികവ് പുലർത്തുന്ന കുട്ടികളെ പ്രവേശിപ്പിക്കും. മാത്രമല്ല, അധിക മികവ് പുലർത്തുന്ന കുട്ടികളെ ഉഷ സ്കൂളിലേക്ക് കേരളത്തിലേക്ക് കൊണ്ടുവന്ന് പരിശീലിപ്പിക്കുകയും ചെയ്യും എന്ന് റിപ്പോർട്ട് പറയുന്നു. മാതൃഭൂമിയിലാകട്ടെ സൂപ്പർ ലീഗ് മത്സരങ്ങളുടെ റിപ്പോർട്ടിന് പുറമെ ജോഹർ കപ്പ് ഇന്ത്യ നിലനിർത്തി എന്ന വാർത്ത വളരെ പ്രാധാന്യത്തോടെ നൽകിയിട്ടുണ്ട്. ടൂർണമെൻറ്റിൽ ഉടനീളം ഉജ്ജ്വല മികവ് പ്രകടിപ്പിച്ച ബ്രിട്ടനെ അവസാന മിനിറ്റിൽ പെനാൽറ്റി കോർണറിലൂടെ ഹർമൻപ്രീത് സിംഗ് നേടിയ ഗോളിൽ കീഴടക്കി ഇന്ത്യ സുൽത്താൻ ജോഹർ കപ്പ് ജൂനിയർ ഹോക്കി അണ്ടർ 21 കിരീടം നിലനിർത്തി. 2-1 എന്ന സ്കോറിന് ഇന്ത്യയുടെ 2 ഗോളുകളും ഹർമൻപ്രീത്തിൻ്റെ വക ആയിരുന്നു. സാമുവൽ ഫ്രഞ്ച് ബ്രിട്ടൻ്റെ ആശ്വാസ ഗോൾ കുറിച്ചു എന്നും ഈ റിപ്പോർട്ട്. ന്യൂസ് ട്രാക്കിൻ്റെ ഇന്നത്തെ ഭാഗം ഇവിടെ പൂർണ്ണമാകുന്നു. ശുഭവർത്തമാനങ്ങളുടെ ഒരു നല്ല ദിവസം എല്ലാ പ്രേക്ഷകർക്കും ആശംസിക്കുന്നു. നാളെ രാവിലെ 8:30 ന്യൂസ് ട്രാക്കിൽ വീണ്ടും കാണുന്നതുവരെ എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം.